രണ്ടാം വർഷ സുവോളജി ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം വരെ പഠിച്ചിരുന്നു. ഹ്യൂമൻ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഇവൻറ്റ്സ് ഓഫ് റിപ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചിരുന്നു. അതിനുശേഷം മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ ആ ക്ലാസ് നിർത്തിയത്. ഞാൻ 2 അസൈൻമെൻറ്റ്സ് നിങ്ങൾക്ക് തന്നിരുന്നു. ഒപ്പം തന്നെ നീറ്റ് എക്സാമിനേഷൻ പോലെയുള്ള സുവോളജി ബേസ്ഡ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളും അല്ലാത്തവരും ആ മാതൃകയിലുള്ള 2-3 ചോദ്യങ്ങളും കൂടെ ആ മേഖലയിൽ നിന്ന് ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ കണ്ടിന്യൂവേഷനായ നെക്സ്റ്റ് ടോപ്പിക്കാണ്. നമ്മൾ ആ ഈവൻറ്റ്സ് പറഞ്ഞിരുന്നതും പറഞ്ഞു. മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, അതിനകത്ത് നമ്മൾ എ പെയർ ഓഫ് ടെസ്റ്റിസ് ഉണ്ട്, ആക്സസറി ഡക്സ് ആൻഡ് ഗ്ലാൻസ് ഉണ്ടായിരുന്നു, എക്സ്റ്റേണൽ ജെനൈറ്റാലിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും അതുപോലെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ഓവറീസ്. മനസ്സിലാക്കണം, അവിടെ ടെസ്റ്റിസ് ആണെങ്കിൽ ഇവിടെ എ പെയർ ഓഫ് ഓവറീസ്. ഇനി ഈ എ പെയർ ഓഫ് ഓവറീസ് കൂടാതെ എ പെയർ ഓഫ് ഓവിഡക്റ്റ് ഓർ ഫെലോപ്പിയൻ ട്യൂബ്യൂൾസ്. ഐ വിൽ എക്സ്പ്ലെയിൻ ലേറ്റർ. ഓവിഡക്റ്റ് ഓർ ഫെലോപ്പിയൻ ട്യൂബ്യൂൾസ്, ദെൻ കംസ് യൂട്രസ്, വജൈന ആൻഡ് ദെൻ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ ആൻഡ് എ പെയർ ഓഫ് മാമറി ഗ്ലാൻസ്, അല്ലെങ്കിൽ മാമെ എന്ന് പഠിക്കും. ഞാൻ എന്താണെന്ന് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് പഠിക്കാനുള്ളത്. ഇതിൽ ഈ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ, അവിടെ മെയിലിൽ നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ ജെനൈറ്റാലിയ പ്രധാനമായും പെനിസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം ഫീമെയിലിൻ്റെ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ അവരുടെ പെൽവിക് റീജിയനിലാണ് കാണുന്നത്. അതെന്താണ് ആ വ്യത്യാസം എന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ടെസ്റ്റിസിനെ നമ്മൾ കണ്ടത് ഒരു പർട്ടിക്കുലർ സാക്കിൽ, സ്ക്രോട്ടം എന്ന് പറയുന്ന സാക്കിൽ ബോഡിക്ക് പുറത്താണ് കണ്ടത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സ്ട്രക്ചർ ഇല്ല. അവർ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ എന്ന് പറയുന്നത് പെൽവിക് റീജിയൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായി മനസ്സിലാക്കണം, അബ്ഡമന് താഴിൽ 2 ഹിപ്പിന് ഇടയ്ക്ക് വരുന്ന ആ സ്പേസിനെയാണ് നമ്മൾ പെൽവിക് റീജിയൻ എന്ന് പറയുന്നത്. 2 ഹിപ്പും കൂടെ ചേർത്ത് വരുന്ന ആ ഭാഗത്തെയാണ് നമ്മൾ പെൽവിക് റീജിയൻ എന്ന് വിളിക്കും. അപ്പോൾ ആ പെൽവിക് റീജിയനിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. ഓക്കെ, ദെൻ കംസ്, നോക്കൂ, ആദ്യം ഞാൻ പറഞ്ഞ സ്ട്രക്ചേഴ്സ് ഐ എം റിപ്പീറ്റിംഗ്. എ പെയർ ഓഫ് ഓവറി, എ പെയർ ഓഫ് ഫെലോപ്പിയൻ ട്യൂബ്യൂൾസ്, ദെൻ യൂട്രസ്, വജൈന ആൻഡ് എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. ഇത്രയും സാധനങ്ങളുടെ ഒരു കമ്പൈൻഡ് ആക്ഷൻ കൊണ്ട്, അല്ലെങ്കിൽ സ്ട്രക്ചറലി ആൻഡ് ഫങ്ഷണലി ഇവരുടെ ഒരു കമ്പൈലേഷൻ കൊണ്ടിട്ടാണ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ മേജർ ഇവൻറ്റ്സ് എല്ലാം നടക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ അവരുടെ ഗാമെറ്റോജെനിസിസ്, ഫെർട്ടിലൈസേഷൻ, അതിനുശേഷം ഉണ്ടാകുന്ന പ്രഗ്നൻസിക്ക് ശേഷമുള്ള ബർത്തിന് ശേഷമുള്ള ചൈൽഡ് കെയർ. ഇത്രയും കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ എ പെയർ ഓഫ് ഓവറി, എ പെയർ ഓഫ് ഓവിഡക്റ്റ്, then uterus, vagina, external genitalia and a pair of mammary glands. ഇത്രയും കാര്യങ്ങളുടെ കമ്പൈൻഡ് ആക്ഷൻ കൊണ്ടിട്ടാണ് എന്തൊക്കെ നടക്കുന്നത്? ഗെമീറ്റോജെനിസിസ് നടക്കണം, ഫെർട്ടിലൈസേഷൻ നടക്കണം, ഫെർട്ടിലൈസേഷനോടനുബന്ധിച്ച് അല്ലെങ്കിൽ അതിന് ശേഷം ഉണ്ടാകുന്ന പ്രഗ്നൻസി ഉണ്ടാകണം, പ്രഗ്നൻസിക്ക് ശേഷം ജസ്റ്റേഷൻ പീരീഡ് നമ്മൾ പഠിച്ചതാണ്, അതിനുശേഷം ഡെലിവറി നടക്കുന്നു, കുഞ്ഞ് ജനിക്കുന്നു, കുഞ്ഞ് ജനിച്ചതിന് ശേഷം ജനിച്ച കുഞ്ഞിൻ്റെ കെയർ, ചൈൽഡ് കെയർ. ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത് ഈ പറഞ്ഞ അവയവങ്ങളുടെ ഒരു കമ്പൈൻഡ് ആക്ഷൻ കൊണ്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ പറഞ്ഞതിനകത്ത് പ്രധാനമായും എ പെയർ ഓഫ് ഓവറി ആർ ദ പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗൻ. മനസ്സിലാക്കണം, പ്രൈമറി സെക്ഷൽ ഓർഗൻസ് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ടെസ്റ്റിസ് പഠിപ്പിച്ചപ്പോൾ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് എ പെയർ ഓഫ് ഓവറിയാണ്. എന്താണ് ഓവറിയുടെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ, ഓവറി ആക്ച്വലി സെക്രീറ്റ്സ് ഓർ പ്രൊഡ്യൂസസ് ദ ഫീമെയിൽ ഗമീറ്റ് കോൾഡ് ഓവം. നമ്മൾ പഠിച്ചാണ്, ഗമീറ്റോജെനിസിസ് പഠിച്ചു, ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പഠിക്കും. എന്നാലും ഓവറിയിൽ നിന്നാണ് ഫീമെയിൽ ഗമീറ്റായ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൈമറി സെക്ഷൽ ഓർഗൻ ഓഫ് ഫീമെയിൽ ആണ് എന്ത്? ഓവറി. ഇനി ഈ ഓവറിക്ക് ഈ പറഞ്ഞ റിപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ മാത്രമല്ല, ഫസ്റ്റ് ഇയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഓവറിക്ക് ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താ? അനദർ മേജർ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ഓവറി ഈസ്, ഓവറി നോക്കൂ, ഓവറി ക്യാൻ സെക്രീറ്റ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റിറോയിഡ് ഹോർമോൺസ്. നിങ്ങൾ ലാസ്റ്റ് ഇയർ പഠിച്ചതാണ്. അപ്പോൾ ആ സ്റ്റിറോയിഡ് ഹോർമോൺസ് എന്ന് പറയുമ്പോൾ നോക്കൂ, ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ള ഫീമെയിൽ സെക്സ് ഹോർമോൺസ്, മേജർ ഫീമെയിൽ സെക്സ് ഹോർമോൺസായ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, റിലാക്സിൻ എന്ന് പറയുന്ന 3 ഹോർമോൺസിനെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെയാണ്? ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ആൻഡ് റിലാക്സിൻ. ഈ 3 ഹോർമോൺസും സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണ്. ആ സ്റ്റിറോയിഡ് ഹോർമോൺസ് ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഇവിടെ നിന്നാണ്? ഓവറിയിൽ നിന്നാണ്. അപ്പോൾ ഓവറിക്ക് റിപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു, അതിനകത്ത് നിന്നാണ് ഗമീറ്റോജെനിസിസ് നടന്ന് ഓവം പ്രൊഡ്യൂസ് ചെയ്യണം, ഫീമെയിൽ ഗമീറ്റായ ഓവം പ്രൊഡ്യൂസ് ചെയ്യണം. ഒപ്പം തന്നെ ഓവറിക്കകത്ത് നിന്ന് ഫീമെയിൽ സെക്സ് ഹോർമോൺസായ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും റിലാക്സിനും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ ഓവറിയുടെ ഒരു സൈസ് എങ്ങനെ ഇരിക്കും നോക്കി. നമ്മൾ ടെസ്റ്റിസിൻ്റെ സൈസ് അവിടെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഓവറി ഈസ് അബൌട്ട് 2 to 4 സെൻറ്റിമീറ്റർ ഇൻ ലെങ്ത്. 2 മുതൽ 4 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള സ്ട്രക്ചറാണ് ഓവറി. ഇനി ഈ ഓവറിയെ പെൽവിക് വോളുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ അവിടെ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കേണ്ടത്,
ഉണ്ടായിരുന്നു. ടെസ്റ്റിസിനെ നോക്കി, നമ്മൾ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ടെസ്റ്റിസ് പഠിച്ചപ്പോൾ ടെസ്റ്റിസിനെ ഡോൾസൽ ബോഡി വോളുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിനെ നമ്മൾ മീസോറിക്കിയം എന്ന് വിളിക്കും. ഞാൻ പറഞ്ഞു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പഠിക്കുന്ന നീറ്റ് എക്സാമിനേഷനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിക്കണം. ടെസ്റ്റിസിനെ ഡോൾസൽ ബോഡി വോളുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്ട്രക്ചറിനെ നമ്മൾ മീസോറിക്കിയം എന്ന് വിളിക്കും. ഇവിടെ ഒരു പെയർ ഓവറി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു പെയർ ഓവറിയെ ഡോൾസൽ ബോഡി വോളുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മെംബ്രെയിൻസ് അല്ലെങ്കിൽ ലിഗമെൻസ് എന്നൊക്കെ പറയാം. അപ്പോൾ ആ സ്ട്രക്ചേഴ്സിനെ നമ്മൾ മീസോവേറിയം എന്ന് വിളിക്കും. എന്താ വിളിക്കുക? മീസോവേറിയം. അപ്പോൾ ഇത്രയുമാണ് ഓവറിയുടെ ഒരു പ്രൈമറി സ്ട്രക്ചറായി നമുക്ക് പറയാനുള്ളത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് പഠിക്കാം. അപ്പോൾ നോക്കിയും, ഈ പറഞ്ഞ ഒരു പെയർ ഓവറി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഡോൾസൽ ബോഡി വോളുമായിട്ട് മീസോവേറിയം എന്ന് പറയുന്ന സ്ട്രക്ചറും അല്ലെങ്കിൽ മെംബ്രെയിൻസ് അല്ലെങ്കിൽ ലിഗമെൻസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഓവറിയുടെ സ്ട്രക്ചർ നമ്മൾ പരിശോധിച്ചാൽ എക്സ്റ്റേണലി ദീസ് ഓവറി ഈസ് കവേർഡ് ബൈ ജെർമിനൽ എപ്പിത്തീലിയം. ജെർമിനൽ എപ്പിത്തീലിയം അല്ലെങ്കിൽ ജെർമിനൽ സെൽസ് കൊണ്ട് ആണ് ഈ എക്സ്റ്റേണൽ ഓവറിയെ കവർ ചെയ്തിരിക്കുന്നത്. ഓവറിയുടെ സെൻറ്ററിൽ ജെർമിനൽ എപ്പിത്തീലിയം കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന ഈ ഓവറിയുടെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ക്യാവിറ്റി കാണാൻ പറ്റും. ഈ ക്യാവിറ്റിയെ നമ്മൾ സ്ട്രോമ എന്ന് വിളിക്കും. അപ്പം മനസ്സിലാക്കണം, ഓവറിയുടെ സെൻറ്ററിൽ ഒരു ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റി അല്ലെങ്കിൽ സെൻട്രൽ ക്യാവിറ്റി എന്ന് തന്നെ മനസ്സിലാക്കണമെന്നില്ല. സെൻട്രൽ റീജിയൻ ഓഫ് ദ ഓവറി ഈസ് കോൾഡ് ആസ് സ്ട്രോമ. ദി സ്ട്രോമ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു റീജിയൻസ്. ഈ സ്ട്രോമയെ നമുക്ക് രണ്ട് ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യാം. ദ പെരിഫറൽ റീജിയൻ വെച്ചാൽ പുറമേ ഉള്ള ഭാഗത്തെ ദ പെരിഫറൽ റീജിയൻ ഈസ് കോൾഡ് ആസ് കോർട്ടെക്സ് ആൻഡ് ദ ഇന്നർ റീജിയൻ ഈസ് കോൾഡ് ആസ് മെഡുല്ല. നിങ്ങൾ സുവോളജി പഠിക്കുമ്പോൾ പല സ്ട്രക്ചേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ഈ വാക്ക് ഫെമിലറൈസ്ഡ് ആണ്. പുറം ഭാഗത്തെ കാണിക്കാൻ വേണ്ടി നമ്മൾ കോർട്ടെക്സ് എന്ന് പറയും, ഇൻറ്റീരിയർ റീജിയനെ കാണിക്കാൻ വേണ്ടി നമ്മൾ മെഡുല്ല എന്നും പറയും. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ അതുപോലെ സമാനമായ രീതിയിൽ ഓവറിയുടെ പെരിഫറൽ റീജിയനെ നമ്മൾ ഓവറിയുടെ സെൻട്രൽ പോർഷൻ നമ്മൾ സ്ട്രോമ എന്ന് വിളിച്ചു. ആ സ്ട്രോമയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. അതിലെ പെരിഫറൽ റീജിയനെ നമ്മൾ കോർട്ടെക്സ് എന്ന് വിളിച്ചു. ഇന്നർ ഭാഗത്തെ അല്ലെങ്കിൽ ഉൾഭാഗത്തെ നമ്മൾ മെഡുല്ല എന്നും വിളിച്ചു. സ്ട്രോമയ്ക്ക് രണ്ട് റീജിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കട്ടെ. ഇത് കൂടാതെ ഈ സ്ട്രോമയുടെ ഉൾഭാഗത്തായിട്ട് എന്ത് കാണാൻ പറ്റും? സെക്രീറ്ററി സെൽസ്. സെക്രീഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം സ്രവം എന്നാണ്. സെക്രീഷൻ, സ്രവിക്കുക. അപ്പോൾ ശരിക്കും ഈ സ്ട്രോമയ്ക്കകത്ത് സെക്രീറ്ററി സെൽസ് ഉണ്ട്. ആ സെക്രീറ്ററി സെൽസിനെ നമ്മൾ ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് എന്ന് വിളിക്കും. എന്ത് പേരാ വിളിക്കുക? സെക്രീറ്ററി സെൽസ് പ്രസൻറ്റ് ഇൻസൈഡ് ദ സ്ട്രോമ ഈസ് കോൾഡ് ആസ് ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ്. ഓക്കെ, ദീസ് ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് ആക്ച്വലി സെക്രീറ്റ്സ് ദ ഫീമെയിൽ സെക്സ് ഹോർമോൺ കോൾഡ് ആസ് ഈസ്ട്രജൻ. ഈ ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് ആണ് എന്തിനെ സെക്രീറ്റ് ചെയ്യുന്നത്? ഈസ്ട്രജൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫീമെയിൽ സെക്സ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ഓവറിയുടെ സ്ട്രോമയ്ക്കകത്ത് ഐലൻഡ്സ് ഓഫ് സെൽസ് നമുക്ക് കാണാൻ പറ്റും. ഐലൻഡ്സ് വെച്ചാൽ ഒരു കൂട്ടം കൂടിയ അല്ലെങ്കിൽ ക്ലസ്റ്റർ ഓഫ് സെൽസ് നമുക്ക് കാണാൻ പറ്റും. ഈ ക്ലസ്റ്റർ ഓഫ് സെൽസിനെയാണ് നമ്മൾ ഗ്രാഫിയൻ ഫോളിക്കിൾസ് എന്ന് വിളിക്കും. അപ്പോൾ ആക്ച്വലി ഈ ഗ്രാഫിയൻ ഫോളിക്കിൾസിനുള്ളിലാണ് ഡെവലപ്പിംഗ് ഓവം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഓവം ഡെവലപ്പ് ചെയ്ത് വരുന്ന ഗ്രാഫിയൻ ഫോളിക്കിൾസിൻ്റെ ഉള്ളിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ എല്ലാം മനസ്സിലിരിക്കുന്ന ഒരു ധാരണ, ഈ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട് പ്യൂബർട്ടി അറ്റൈൻ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പ്രായപൂർത്തി ആയതിനു ശേഷമാണ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നതെന്ന് കരുതുന്നുണ്ട്. ഒരു പരിധിവരെ അത് ശരിയാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ജസ്റ്റേഷൻ പീരീഡിൽ തന്നെ ഈ പറഞ്ഞ ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്കിൾസ് എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഫീമെയിലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പർട്ടിക്കുലർലി ദ 12th വീക്ക് ഓഫ് ജസ്റ്റേഷൻ. 12th വീക്ക് ഓഫ് ജസ്റ്റേഷൻ എൻട്രൻസ് ഒക്കെ എഴുതുന്നത് ശ്രദ്ധിക്കണം. ഗർഭാവസ്ഥയുടെ 12ാമത്തെ ആഴ്ചയിൽ തന്നെ ഈ ഓവറിയുടെ ഡെവലപ്മെൻറ്റ്സ് ആരംഭിക്കുന്നു ഫീമെയിൽ. അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ട്, ഈ ഗ്രാഫിയൻ ഫോളിക്കിൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്, ഒരു സ്ത്രീയിൽ 2 ഓവറി ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഓവറി ഉണ്ട്. ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഓവറിയിലും കൂടെ ഏതാണ്ട് 2.5 to 5 lakh ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യും. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ഗ്രാഫിയൻ ഫോളിക്കിൾസ് 2 ഓവറിയിലുമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് കണക്ക്. അപ്പോൾ ഇത് പലതും പിന്നെ ഡീജനറേറ്റ് ചെയ്ത് പോകും. നമ്മൾ അടുത്ത സെഗ്മെൻറ്റിലേക്ക് എത്തുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ 2 ഓവറിയിലുമായിട്ട് 2.5 to 5 lakh ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ 2.5 to 5 lakh ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഉള്ള മുഴുവൻ ഗ്രാഫിയൻ ഫോളിക്കിൾസും മെച്യൂറായി അതിൽ നിന്ന് ഓവുലേഷൻ നടക്കുമെന്ന് കരുതരുത്. ഇതിനകത്ത് ഏകദേശം ഒരു ഫീമെയിലിൻ്റെ ലൈഫ് സ്പാനിൽ ത്രൂ ഔട്ട് മാക്സിമം ഒരു 400 to 500 ഗ്രാഫിയൻ ഫോളിക്കിൾസ് മാത്രമേ മെച്യൂർ ആവുള്ളൂ, പാകതയെത്തുള്ളൂ. അതിനകത്ത് നിന്ന് മാത്രമേ ഓവുലേഷൻ നടക്കൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഊജെനിസിസ് പഠിക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ബാക്കി വരുന്ന ഗ്രാഫിയൻ ഫോളിക്കിൾസിന് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ ദ റിമൈനിങ് ഗ്രാഫിയൻ ഫോളിക്കിൾസ് വിൽ ഡീജനറേറ്റ്. അത് സ്വമേധയാ തന്നെ നശിച്ചു പോകുമെന്നുള്ളതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, ഇനി നോക്കിയേ, അപ്പോൾ ഓവറിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി നമ്മൾ പറയേണ്ടത് ആക്സസറി ഡക്സിനെ കുറിച്ചാണ്. ആക്സസറി ഡക്സ് എന്ന വാക്ക് ഞാൻ ഈ ക്ലാസ്സിൽ ഉപയോഗിച്ചില്ല. എന്നിരുന്നാലും നോക്കൂ, എ പെയർ ഓഫ് ഫെലോപ്പിയൻ ട്യൂബ്യൂൾസ് ഓർ ഓവിഡക്ട്, ദെൻ യൂട്രസ് ആൻഡ് വജൈന കൺസ്റ്റിറ്റ്യൂട്ട്സ് ദ ആക്സസറി ഡക്ട് ഓഫ് ഫീമെയിൽസ്.
ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആക്സസറി ഡക്റ്റിൽ ആക്സസറി ഡക്ട്സ് എന്ന് പറയുന്ന ഏതൊക്കെ ചേർന്നിട്ടാണെന്ന് ചോദ്യത്തിൻ്റെ ഉത്തരം: ഒരു പെയർ ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ്യൂൾസ്, ദെൻ യൂട്രസ്, ദെൻ വജൈന. ഈ 3 സ്ട്രക്ചേഴ്സ് ചേരുന്നതാണ് ഫീമെയിലിൻ്റെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ആക്സസറി ഡക്റ്റ്. ഓക്കെ, ദെൻ അതിൽ ആദ്യത്തെ സ്ട്രക്ചർ നോക്കി, എ പെയർ ഓഫ് ഓവിഡക്റ്റ് ഓർ ഫെലോപ്പിയൻ ട്യൂബ്യൂൾസ്. എന്താണ് പിക്ചറിലൂടെ നോക്കിയാണ്, നിങ്ങൾ പിക്ചറിൽ കൃത്യമായി ഡയഗ്രാം ശ്രദ്ധിക്കണം, ഡയഗ്രത്തിലൂടെ നോക്കി. അപ്പോൾ ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ്യൂൾസ് എന്ന് വെച്ചാൽ ഓവറിയിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് യൂട്രസിലേക്ക് എത്തി നിൽക്കുന്ന ഒരു കുഴലാണ്. എന്താണ്? ഓവറിയിൽ നിന്ന്, ഓവറിയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങി യൂട്രസ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന കുഴലിനെയാണ് നമ്മൾ ഓവിഡക്റ്റ് എന്ന് വിളിക്കുന്നു. അത് 2 വശത്തുമായി, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് 2 ഓവിഡക്റ്റ് ഉണ്ട്. ഓവിഡക്റ്റിനെ വീണ്ടും നമ്മൾ മറ്റൊരു പേരിലൂടെ അറിയപ്പെടും, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഫെലോപ്പിയൻ ട്യൂബ്യൂൾസ്. നോക്കൂ, ഈ ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ്യൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അബൌട്ട് 10 to 12 സെൻറ്റിമീറ്റർ ഇൻ ലെങ്ത്. 10 മുതൽ 12 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള സ്ട്രക്ചേഴ്സാണ് ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ്യൂൾസ്. ഡയഗ്രത്തിൽ നോക്കണം, ഈ ഫെലോപ്പിയൻ ട്യൂബ്യൂളിൻ്റെ ഓരോ ഫെലോപ്പിയൻ ട്യൂബ്യൂളിൻ്റെയും ഓവറിയോട് ചേർന്നിരിക്കുന്ന ഭാഗം വ്യക്തമായി മനസ്സിലാക്കണം, ഡയഗ്രത്തിലൂടെ ശ്രദ്ധിക്കണം. ഓവറിയോട് ചേർന്നിരിക്കുന്ന ഭാഗം ഏകദേശം ഫണൽ ഷേപ്ഡ് ആണ്. എന്താണ് ഫണൽ? ചോർപ്പ് അല്ലെങ്കിൽ വച്ചുകുത്തി എന്നൊക്കെ പറയും. ചോർപ്പ് നമ്മൾ ഈ ലിക്വിഡ്സ് ഒക്കെ വലിയ ബോട്ടിലേക്കൊക്കെ ഒഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തിനാണ് ചോർപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഒരു കുഴൽ വന്നിട്ട് അതിൻ്റെ ആ ടിപ്പ് ഓവറിയോട് ചേർന്നിരിക്കുന്ന ഭാഗം എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു ഫണൽ പോലെ ഇരിക്കുകയാണ്. ദിസ് ഫണൽ ഷേപ്ഡ് സ്ട്രക്ചർ ഈസ് കോൾഡ്, ഡയഗ്രാം നോക്കിയേ, ദിസ് ഫണൽ ഷേപ്ഡ് സ്ട്രക്ചർ ഈസ് കോൾഡ് ആസ് ഇൻഫൻഡിബുലം ഓർ ഓവിഡക്കൽ ഫണൽ. ഞാൻ ഈ ഓർ പറയുന്ന ടേംസ് എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം, പർട്ടിക്കുലർലി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നീറ്റ് എഴുതുന്നവർ ശ്രദ്ധിക്കണം. അപ്പോൾ ഇൻഫൻഡിബുലം എന്നാണ് ടെക്സ്ച്വൽ ഈ എഴുതിയിരിക്കുന്നത്, അതിനെ നമ്മൾ ഓവിഡക്കൽ ഫണൽ എന്ന് വിളിക്കും. അപ്പോൾ ഓവിഡക്റ്റിൻ്റെ ടിപ്പിൽ ഓവറിയോട് ചേർന്നിരിക്കുന്ന ഭാഗത്ത് ഒരു ഫണൽ ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ട്, അത് വന്നിട്ട് ഒരു ഫണൽ ഷേപ്ഡ് സ്ട്രക്ചറായി മാറുക. ദിസ് ഫണൽ ഷേപ്ഡ് സ്ട്രക്ചർ ഈസ് കോൾഡ് ആസ് ഇൻഫൻഡിബുലം ഓർ ഓവിഡക്കൽ ഫണൽ. ഡയഗ്രത്തിലോട്ട് ശ്രദ്ധിച്ചേയും. അപ്പോൾ ഓവിഡക്കൽ ഫണൽ അല്ലെങ്കിൽ ഇൻഫൻഡിബുലം എന്താണ് നമ്മൾ പഠിച്ചു. ആ ഇൻഫൻഡിബുലം എവിടെയാണ് കാണുന്നത് മനസ്സിലായി. ആ ഇൻഫൻഡിബുലത്തിൻ്റെ ടിപ്പിലോട്ട് നിങ്ങളുടെ ഡയഗ്രാം ഒന്ന് വളരെ ശ്രദ്ധിച്ച് നോക്കി. ഇൻഫൻഡിബുലത്തിൻ്റെ ടിപ്പിൽ നിന്ന് ഫിംഗർ ലൈക്ക് ഔട്ട് ഗ്രോത്ത്സ് ആർ പ്രസൻറ്റ്. ഓവറിയിലോട്ട് ടച്ച് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഫിംഗർ ലൈക്ക് ഔട്ട് ഗ്രോത്ത്സ് നമുക്ക് കാണാൻ പറ്റും. ഈ ഫിംഗർ ലൈക്ക് ഔട്ട് ഗ്രോത്ത്സിനെ വി കോൾ ഇറ്റ് ആസ് ഫിംബ്രിയെ. ഈ ഫിംഗർ ലൈക്ക് ഔട്ട് ഗ്രോത്ത്സിനെ നമ്മൾ ഫിംബ്രിയെ എന്ന് വിളിക്കും. വാക്ക് പഠിക്കണം. എന്താണ് ഫിംബ്രിയയുടെ ഫംഗ്ഷൻ ചോദിച്ചാൽ നോക്കൂ, നമ്മൾ ഫെർട്ടിലൈസേഷൻ പഠിക്കുമ്പോൾ ഇത്രയോട് വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം. എന്നിരുന്നാലും ഓവറിയിൽ നിന്ന് ഓവുലേഷൻ നടക്കും. ഓവുലേഷൻ മീൻസ് ദ പ്രോസസ് ഓഫ് റിലീസിങ് ഓവം ഫ്രം ദ ഓവറി ഈസ് കോൾഡ് ആസ് ഓവുലേഷൻ. ഓവറിയിൽ നിന്ന് ഓവത്തെ റിലീസ് ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ ഓവുലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഓവുലേഷൻ നടക്കുമ്പം നടന്ന് പുറത്തേക്ക് വരുന്ന ഓവത്തെ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ശേഖരിക്കാൻ വേണ്ടി സഹായിക്കുന്ന സ്ട്രക്ചേഴ്സിനെയാണ് ഈ ഫിംഗർ ലൈക്ക് ഔട്ട് ഗ്രോത്ത് അല്ലെങ്കിൽ ഫിംബ്രിയെ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓവറിയുടെ ഓട് ചേർന്നിരിക്കുന്ന ഫെലോപ്പിയൻ ട്യൂബ്യൂളിൻ്റെ ഭാഗത്തെ നമ്മൾ ഓവിഡക്കൽ ഫണൽ അല്ലെങ്കിൽ ഇൻഫൻഡിബുലം എന്ന് വിളിച്ചു. അതിൻ്റെ ടിപ്പിൽ കാണുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ, ആ ഫിംഗർ ലൈക്ക് പ്രോസസ്സിനെ നമ്മൾ ഫിംബ്രിയെ എന്ന് വിളിച്ചു. ഇനി ആ പിക്ചറിലോട്ട് വീണ്ടും നോക്കി. ഇൻഫൻഡിബുലം കഴിഞ്ഞിട്ട് ട്യൂബ്, ഫെലോപ്പിയൻ ട്യൂബ്യൂൾ 10 മുതൽ 12 വരെ സെൻറ്റിമീറ്റർ നീളമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അത് യൂട്രസിലേക്ക് പോകുന്ന സമയത്ത് നോക്കി, ഡയഗ്രാം ശ്രദ്ധിക്കൂ, അത് കുറച്ചുകൂടെ വൈഡർ ആയ ഒരു ട്യൂബായി മാറുന്നു. അപ്പോൾ വൈഡർ ആയ ട്യൂബായി മാറുമ്പം ദെൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് ആംബുല്ല. എന്ത് പേരാ വിളിക്കുക? ദെൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് ആംബുല്ല. ആംബുല്ല കുറച്ചുകൂടെ റൺ ചെയ്ത് യൂട്രസിനോട് ചേരുന്ന ഭാഗം നോക്കി, ഡയഗ്രാം ശ്രദ്ധിക്കൂ. യൂട്രസിനോട് ചേരുന്ന ഭാഗത്ത് എത്തിക്കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് എ നാരോ ട്യൂബ്. ഇത് വീണ്ടും വണ്ണം കുറഞ്ഞിട്ട് കുറച്ചുകൂടെ നാരോ ആയിട്ടുള്ളൊരു ട്യൂബാവും. ദിസ് ട്യൂബുലാർ റീജിയൻ ഈസ് കോൾഡ് ആസ് ഇസ്തുമസ്. ഈ ട്യൂബുലാർ റീജിയനെ ഇസ്തുമസ് എന്ന് വിളിക്കും. ഇസ്തുമസ് ഈസ് ആക്ച്വലി കണക്റ്റഡ് വിത്ത് ദ യൂട്രസ്. ഇസ്തുമസ് നേരെ പോയി യൂട്രസുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ നോക്കൂ, 10 മുതൽ 12 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ്യൂളിന് പ്രധാനമായും 3 ഭാഗങ്ങളുണ്ട്. അതിലെ ഓവറിയോട് ചേർന്നിരിക്കുന്ന ഭാഗം ഒരു ഫണൽ ഷേപ്ഡ് സ്ട്രക്ചറാണ്, അതിനെ ഇൻഫൻഡിബുലം എന്ന് വിളിച്ചു. മിഡിൽ പോർഷൻ കുറച്ച് വൈഡറാണ്, കനം കൂടിയ സ്ഥലമാണ്, ആ സ്ഥലത്തെ നമ്മൾ ആംബുല്ല എന്ന് വിളിക്കുന്നു. ഏറ്റവും ആൻറ്റീരിയർ പോർഷൻ, ഓവിഡക്റ്റിൻ്റെ ആൻറ്റീരിയർ പോർഷൻ യൂട്രസിനോട് ചേർന്നിരിക്കുന്ന ഭാഗമാണ്, അതൊരു നാരോ ട്യൂബുലാർ റീജിയനാണ്. ആ നാരോ ട്യൂബുലാർ റീജിയനെ നമ്മൾ ഇസ്തുമസ് എന്ന് വിളിച്ചു. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇത് ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നോക്കി. ഇപ്പോൾ എൻ്റെ ശരീരം യൂട്രസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ യൂട്രസ് ആണെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ 2 സൈഡിലേക്ക് ഞാൻ കൈ പിടിച്ചിരിക്കുന്ന നോക്കിയേ. ഈ പിടിച്ചിരിക്കുന്ന കൈയാണ് നമ്മൾ ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ്യൂൾ എന്ന് പറയും. അപ്പോൾ ആ ഓവിഡക്റ്റ് ട്യൂബുലാർ റീജിയനാണ്, 2 സൈഡിലും, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉണ്ട്. എൻ്റെ കൈയെ നിങ്ങൾ ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ്യൂളായി കാണുക.
അപ്പോൾ ഇത് പോയിട്ട് അതിൻ്റെ ടിപ്പിൽ ഓവറിയോട് ചേർന്ന് വരുന്ന ഭാഗം വരുമ്പോൾ നോക്കി എൻ്റെ കൈയുടെ പത്തി വരുമ്പം എക്സ്പാൻഡ് ചെയ്തൊരു ഫണൽ ഷേപ്ഡ് സ്ട്രക്ചറായി. ദിസ് ഫണൽ ഷേപ്ഡ് സ്ട്രക്ചർ ഈസ് ഇൻഫെൻറ്റിബിൾ നമ്മൾ പറഞ്ഞു. അതിൻ്റെ ടിപ്പിലാണ് ഫിംഗർ ലൈക്ക് പ്രോസസ്സ് കാണുന്ന ഫിംബ്രിയെ. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും എൻ്റെ ശരീരത്തെ യൂട്രസായി കണ്ടാൽ രണ്ട് സൈഡിൽ നിന്നും എൻ്റെ കൈ ഞാൻ പിടിച്ചിരിക്കുന്ന പോലെയാണ് ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ്യൂൾസ് ഇരിക്കുന്നത്. റൈറ്റ്? ഓക്കെ. ഓവിഡക്റ്റ് അക്സസറി ഡക്റ്റിനകത്ത് നമ്മൾ ആദ്യത്തെ ഫെലോപ്പിയൻ ട്യൂബ്യൂൾ അല്ലെങ്കിൽ ഓവിഡക്റ്റ് പഠിച്ചു. ഇനി ഇത് സെൻട്രൽ പോർഷൻ ഓഫ് ദ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് യൂട്രസ് ആണ്. യൂട്രസ് നോക്കിയേ, യൂട്രസ് ഈസ് ആക്ച്വലി എ മസ്കുലാർ സ്ട്രക്ചർ. ഇറ്റ് ഹാസ് എ ഷേപ്പ് ഓഫ് ആൻ ഇൻവെർട്ടഡ് പിയർ. ഒരു പയർമണി തിരിച്ചു വെച്ചിരിക്കുന്ന അവസ്ഥയിലിരിക്കുന്ന ഒരു മസ്കുലാർ സ്ട്രക്ചറാണ് യൂട്രസ്. റൈറ്റ്? അപ്പോൾ ഈ യൂട്രസിനെ ശരിക്കും ബോഡി വോളുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭിത്തിയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലിഗമെൻസ് ഉണ്ട്. ആ ലിഗമെൻസിൻ്റെ ബലത്തിലാണ് യൂട്രസിനെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ യൂട്രസിനെ നമുക്ക് രണ്ട് ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യാം. ഡയഗ്രാം കൂടെ ശ്രദ്ധിച്ചേ. ദ അപ്പർ പോർഷൻ ഓഫ് ദ യൂട്രസ് ഈസ് കോൾഡ് ആസ് ബോഡി ഓഫ് ദ യൂട്രസ് ആൻഡ് ദ ലോവർ പോർഷൻ ഈസ് കോൾഡ് ആസ് സെർവൈക്സ്. അപ്പോൾ യൂട്രസിൻ്റെ രണ്ട് പോർഷൻസ് എന്ന് പറയാം. അപ്പർ പോർഷനെ നമ്മൾ യൂട്രസിൻ്റെ ബോഡി എന്ന് വിളിക്കുന്നു, ലോവർ പോർഷനെ നമ്മൾ സെർവൈക്സ് എന്ന് വിളിക്കുന്നു. അപ്പർ പാർട്ട് നോക്കിയേ, ബോഡിയിൽ നോക്കിയേ, ബോഡിയുടെ സെൻട്രലായിട്ടൊരു ക്യാവിറ്റി നിങ്ങൾ കാണാം. ഡയഗ്രാം ശ്രദ്ധിക്കണം. ബോഡിയുടെ സെൻട്രലായിട്ടൊരു ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിയെ നമ്മൾ യൂട്രൈൻ ക്യാവിറ്റി എന്ന് വിളിക്കും. വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട് റിപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മൾ തുടർന്ന് അങ്ങോട്ട് പഠിക്കുമ്പോൾ, എംബ്രിയോളജി ഒക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ യൂട്രസിൻ്റെ സെൻട്രൽ, മസ്കുലർ ആയിട്ടുള്ള യൂട്രസിൻ്റെ സെൻട്രൽ കാണുന്ന, അതിൻ്റെ ബോഡിയുടെ സെൻട്രൽ കാണുന്ന ക്യാവിറ്റിക്ക് നമ്മൾ യൂട്രൈൻ ക്യാവിറ്റി എന്ന് വിളിച്ചു. റൈറ്റ്? ഇനി ആ യൂട്രൈൻ ക്യാവിറ്റി ഇരിക്കുന്ന യൂട്രസ് മൊത്തം ഡയഗ്രത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ദ ഓൾ ഓഫ് ദ യൂട്രസ് ഈസ് കമ്പോസ്ഡ് ഓഫ് 3 layers ഓഫ് സെൽസ് അല്ലെങ്കിൽ 3 layers ഓഫ് ടിഷ്യൂസ്. അപ്പോൾ യൂട്രസിൻ്റെ ഭിത്തിയിൽ 3 പാളികളുണ്ട്. വളരെ വ്യക്തമായി മനസ്സിലാക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. ദ 3 layers ആർ ദ പെരിഫറൽ തിൻ ലെയർ ഈസ് കോൾഡ് ആസ് പെരിമെട്രിയം. ഏറ്റവും പുറമേ കാണുന്ന വളരെ നേർത്ത ലെയറിനെ നമ്മൾ പെരിമെട്രിയം എന്ന് വിളിക്കും. ആൻഡ് ദ മിഡിൽ തിക്ക് ലെയർ, കട്ടിയുള്ള മധ്യഭാഗത്തുള്ള ലെയറിനെ നമ്മൾ മയോമെട്രിയം എന്ന് വിളിക്കും. MYO, മയോ മീൻസ് മസിൽ എന്നാണ്. അപ്പോൾ മിഡിൽ തിക്ക് റീജിയനെ നമ്മൾ മയോമെട്രിയം എന്ന് വിളിക്കും. ആൻഡ് ദ ഇന്നർമോസ്റ്റ് റീജിയൻ ഈസ് ഗ്ലാൻഡുലാർ. ഒരുപാട് ഗ്രന്ഥികളുള്ള സ്ഥലമാണ്, ഗ്ലാൻഡ്സ് ഉള്ള സ്ഥലമാണ്. ദിസ് ഗ്ലാൻഡുലാർ റീജിയൻ ഈസ് കോൾഡ് ആസ് എൻഡോമെട്രിയം എന്ന് വിളിക്കും. അപ്പോൾ 3 റീജിയൻസിനെ ഞാൻ പറഞ്ഞു. ദ പെരിഫറൽ റീജിയൻ ഈസ് തിൻ ലെയർ, ഇറ്റ് ഈസ് കോൾഡ് ആസ് പെരിമെട്രിയം. മിഡിൽ ലെയർ ഈസ് തിക്ക് ലെയർ, ഇറ്റ് ഈസ് കോൾഡ് ആസ് മയോമെട്രിയം. ആൻഡ് ദ ഇന്നർമോസ്റ്റ് ലെയർ ഈസ് ഗ്ലാൻഡുലാർ, ഇറ്റ് ഈസ് കോൾഡ് ആസ് എൻഡോമെട്രിയം. ഈ മയോമെട്രിയത്തിനകത്താണ് ശരിക്കും ഡെലിവറിയുടെ സമയത്ത് വളരെ വയലൻ്റ് ആയിട്ടുള്ള, വിഗ്രസ് ആയിട്ടുള്ള കൺട്രാക്ഷൻ നടക്കും, ചില ഹോർമോണൽ ഇൻഫ്ലുവൻസിൻ്റെ ഫലമായി. അതിലൂടെയാണ് കുട്ടിയെ പുറത്തേക്ക് തള്ളുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പാർച്യൂറിഷൻ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ പാർച്യൂറിഷൻ നടക്കുമ്പം ചേഞ്ചസ് നടക്കുന്ന യൂട്രസിൻ്റെ ഭിത്തിയിലെ മയോമെട്രിയത്തിലാണ്. ഏറ്റവും ഇന്നർ റീജിയനിൽ നോക്കിയ എൻഡോമെട്രിയം നിങ്ങൾക്ക് കാണാം. പീരിയോഡിക് ആൻഡ് സൈക്ലിക് ചേഞ്ചസിനെ നമ്മൾ സ്ത്രീകളിൽ നടക്കുമ്പോൾ അതിനെ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ മെൻസ്ട്രൽ സൈക്കിളിൽ സൈക്ലിക് ആയിട്ടുള്ള ചേഞ്ചസ് എല്ലാം നടക്കുന്നത് എവിടെയാണ്? എൻഡോമെട്രിയത്തിലാണ്. അപ്പോൾ യൂട്രസിന് 3 layers ഉണ്ടെന്ന് മനസ്സിലായി. ആ 3 ലെയറുള്ള യൂട്രസിൻ്റെ സെൻട്രൽ ഒരു ക്യാവിറ്റി ഉണ്ട്. അതിനെ നമ്മൾ യൂട്രൈൻ ക്യാവിറ്റി എന്ന് വിളിച്ചു. ഓക്കെ? അപ്പോൾ ഇത് ബോഡിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പർ യൂട്രസിനെ അല്ലെങ്കിൽ അപ്പർ യൂട്രസിനെ നമ്മൾ ബോഡി എന്ന് വിളിച്ചു. ബോഡിയുടെ കാര്യം പറഞ്ഞു. ഇനി നിങ്ങൾ ഡയഗ്രത്തിലോട്ട് നോക്കിയേ. യൂട്രസ് ഇപ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡിൽ വരുമ്പോൾ, താഴേക്ക് വരുമ്പോൾ പെട്ടെന്ന് നോക്കിയേ, പെട്ടെന്ന് നാരോ ഡൗൺ ചെയ്യുകയാണ്. ഇടുങ്ങിയ ഒരു കുഴലായിട്ട് വരികയാണ്. ഇടുങ്ങിയ ഒരു കുഴലിൻ്റെ രൂപത്തിൽ താഴേക്ക് വരും. സി, ദിസ് റീജിയൻ ഈസ് കോൾഡ് ആസ് ദ ലോവർ മോസ്റ്റ് റീജിയൻ ഓഫ് ദ യൂട്രസ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് സെർവൈക്സ്. അതിനെ നമ്മൾ സെർവൈക്സ് എന്ന് വിളിക്കും. സെർവൈക്സ് ഈസ് ഓൾസോ കോൾഡ് ആസ്, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതുന്നവർ ശ്രദ്ധിക്കണം, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് എ നെക്ക് ഓഫ് ദ യൂട്രസ്. ഇതിനെ നമ്മൾ യൂട്രസിൻ്റെ കഴുത്ത് അല്ലെങ്കിൽ നെക്ക് ഓഫ് ദ യൂട്രസ് എന്ന് വിളിക്കും. അതാണ് സെർവൈക്സ്. ഇനി ആ സെർവൈക്സിൻ്റെ സെൻറ്ററിലോട്ട് നോക്കി, ഡയഗ്രാം ശ്രദ്ധിച്ചേ, പിക്ചറിലോട്ട് നോക്കിയേ. ഈ സെർവൈക്സിൻ്റെ സെൻറ്ററിലും യു ക്യാൻ സീ എ ക്യാവിറ്റി. ദിസ് ഈസ് കോൾഡ് ആസ് സെർവൈക്കൽ കനാൽ. ഇതിനെ നമ്മൾ സെർവൈക്കൽ കനാൽ എന്ന് വിളിക്കും. ഇതിനെല്ലാം വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പോൾ സെർവൈക്സിൻ്റെ സെൻറ്ററിൽ കാണുന്ന ക്യാവിറ്റിയെ നമ്മൾ സെർവൈക്കൽ കനാൽ എന്ന് വിളിക്കും. ഇനി വീണ്ടും ശ്രദ്ധിച്ചേ, സെർവൈക്സ് വീണ്ടും ഡയഗ്രത്തിലോട്ട് നോക്കൂ. സെർവൈക്സ് വീണ്ടും താഴേക്ക് വരുന്നതനുസരിച്ച് ഇറ്റ് ബിക്കംസ് എ നാരോ ട്യൂബുലാർ സ്ട്രക്ചർ. ദിസ് നാരോ ട്യൂബുലാർ സ്ട്രക്ചർ ഈസ് കോൾഡ് ആസ് വജൈന. എന്താ പേര് വിളിക്കുക? ദിസ് നാരോ ട്യൂബുലാർ സ്ട്രക്ചർ ഈസ് കോൾഡ് ആസ് വജൈന. അപ്പോൾ യൂട്രസ് എൻ്റെ അപ്പർ ബോഡി കഴിഞ്ഞു, സെർവൈക്സ് കഴിഞ്ഞു. സെർവൈക്സ് വീണ്ടും നാരോ ഡൗൺ ചെയ്തിട്ട് ഒരു നാരോ മസ്കുലാർ ട്യൂബായി മാറുന്നു. ദിസ് നാരോ മസ്കുലാർ ട്യൂബ് ഈസ് കോൾഡ് ആസ് വജൈന. എൻട്രൻസ് എഴുതുന്നത് ശ്രദ്ധിക്കുക. അപ്രോക്സിമേറ്റ്ലി ദ ലെങ്ത് ഓഫ് ദ വജൈന ഈസ് അബൌട്ട് 7.5 സെൻറ്റിമീറ്റർ. 7.5 സെൻറ്റിമീറ്റർ ആണ് ഈ വജൈനയുടെ ലെങ്ത്. അത് പ്യുവർലി മസ്കുലർ ആയിട്ടുള്ള, ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള ടിഷ്യൂസ് ഉള്ള, ഗ്ലാൻഡുലാർ ഫംഗ്ഷൻസ് ഉൾപ്പെടെയുള്ള ഒരു റീജിയനാണ് വജൈന. ആ വജൈനയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കൊയ്റ്റസ് അല്ലെങ്കിൽ മേറ്റിംഗ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇണ ചേരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു
മെയിലിൻ്റെ എക്സ്റ്റേണൽ ജെനൈറ്റാലിയയിൽ പെനിസ് എന്ന് പറഞ്ഞ മസ്കുലാർ സ്ട്രക്ചർ ഉണ്ട്. പെനിസാണ് പുരുഷൻ്റെ ശരീരത്തിൽ നിന്ന് സ്ത്രീയുടെ ശരീരത്തിലേക്ക് സ്പേമിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ പഠിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പെനിസിനെ റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ പെനിസിനെ സ്വീകരിക്കുന്ന എന്ന സ്ട്രക്ചറാണ് വജൈന. ആ വജൈനയിലേക്കാണ് പെനിസ് ഇൻസർട്ട് ചെയ്യപ്പെടുന്ന മേറ്റിങ്ങിൻ്റെ സമയത്ത്. ഓക്കെ, ഈ വജൈന ഇനി ഡയഗ്രത്തിലോട്ട് വളരെ ശ്രദ്ധിക്കണം. നോക്കൂ, വജൈന പുറത്തേക്ക് പോയി ഒരു ഓപ്പണിങ്ങിലേക്ക് തുറക്കുന്നു. ദിസ് ഓപ്പണിംഗ് ഈസ് കോൾഡ് ആസ് വജൈനൽ ഓറിഫൈസ്. എൻട്രൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഓപ്പണിങ്ങിനെ നമ്മൾ വജൈനൽ ഓറിഫൈസ് അല്ലെങ്കിൽ റിപ്രൊഡക്റ്റീവ് ഓപ്പണിംഗ് ഓഫ് ഫീമെയിൽ എന്ന് വിളിക്കും. ഇവിടെ കഴിഞ്ഞ ക്ലാസ്സും ഈ ക്ലാസ്സും തമ്മിൽ നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം തമ്മിൽ ഈ കാര്യത്തിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ രണ്ട് സൈഡിൽ നിന്നും കൂടെ വാസ്റ്റ് ഡിഫറൻസ് വന്നിട്ട് ഇജാക്കുലേറ്ററി ഡക്റ്റ് തുറന്നു, ഇജാക്കുലേറ്ററി ഡക്റ്റ് യൂറിത്രയിൽ ഓപ്പൺ ചെയ്തു. യൂറിത്ര നോക്കിയേ, യൂറിൻ പാസ് ചെയ്യുന്ന മസ്കുലാർ ട്യൂബായിരുന്നു. ആ യൂറിൻ പാസ് ചെയ്യുന്ന മസ്കുലാർ ട്യൂബായ യൂറിത്രയിൽ കൂടെ തന്നെയാണ് സ്പേം പുറത്തേക്ക് പോയത്. അപ്പോൾ പെനിസിൻ്റെ ടിപ്പിൽ നമ്മൾ പഠിച്ചു യൂറിത്രൽ മീറ്റസ് എന്ന് പറഞ്ഞൊരു ഓപ്പണിംഗ് പഠിച്ചു. ഇറ്റ് ഈസ് ആക്ച്വലി യൂറിനോ ജെനൈറ്റൽ ഓപ്പണിംഗ്. എന്താണ് യൂറിനോ ജെനൈറ്റൽ ഓപ്പണിംഗ് എന്ന് വെച്ചാൽ യൂറിനേഷൻ മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ സ്പേം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടും പുരുഷനിൽ ഒരു സിംഗിൾ ഓപ്പണിങ്ങേ ഉള്ളൂ. വളരെ വ്യക്തമായി മനസ്സിലാക്കണം. പക്ഷേ ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം ദീസ് ടു ഓപ്പണിങ്സ് ആർ എൻറ്റയർലി സെപ്പറേറ്റ് ഓപ്പണിങ്സ്. ഇത് പൂർണ്ണമായും രണ്ട് ഓപ്പണിങ്സ് ആണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ വജൈന വന്ന് പുറത്തേക്ക് തുറക്കുന്ന ഓപ്പണിങ്ങിനെയാണ് നമ്മൾ വജൈനൽ ഓറിഫൈസ് അല്ലെങ്കിൽ റിപ്രൊഡക്റ്റീവ് ഓപ്പണിംഗ് ഓഫ് ഫീമെയിൽ എന്ന് വിളിക്കും. അതിന് തൊട്ട് മുകളിലാണ്, വളരെ വ്യക്തമായി മനസ്സിലാക്കണം, എന്ന് ഞാനിപ്പോൾ തന്നെ പറയാം, അതിൻ്റെ തൊട്ട് മുകളിലാണ് യൂറിത്ര വന്ന് പുറത്തേക്ക് തുറക്കുന്ന യൂറിനറി ഓപ്പണിംഗ് ഉള്ളത്. അപ്പോൾ യൂറിനറി ഓപ്പണിംഗ് ആൻഡ് റിപ്രൊഡക്റ്റീവ് ഓപ്പണിംഗ് ആർ എൻറ്റയർലി സെപ്പറേറ്റ് ഇൻ ഫീമെയിൽസ്. യു നോ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ പഠിക്കേണ്ടത് എക്സ്റ്റേണൽ ജെനൈറ്റാലിയാണ്. അപ്പോൾ ഇവിടെ ഫീമെയിലിൻ്റെ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ ഞാൻ നേരത്തെ പറഞ്ഞു പെൽവിക് റീജിയനിലാണ് എക്സ്റ്റേണൽ ജെനൈറ്റാലിയ കാണുന്നത് പറഞ്ഞു. ഈ എക്സ്റ്റേണൽ ജെനൈറ്റാലിയയിൽ പ്രധാനമായും കുറച്ച് ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത് നോക്കിയ ഫസ്റ്റ് വൺ ഈസ് മോൺസ് പിബിസ്, സെക്കൻഡ് വൺ ഈസ് ലേബിയ മെജോറ, തേർഡ് വൺ ഇറ്റ് ഈസ് ലേബിയ മൈനോറ, then the fourth one is clitoris and the last one is hymen. അപ്പോൾ 5 സ്ട്രക്ചേഴ്സ് ആണ് നമുക്ക് എക്സ്റ്റേണൽ ജെനൈറ്റാലിയുമായി ടെക്സ്ച്വലി പറയാനുള്ളത്. അപ്പോൾ ഡയഗ്രം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ നോക്കിക്കോണം, പിക്ചർ ശ്രദ്ധിക്കണം. അപ്പോൾ പറഞ്ഞിരുന്നു നോക്കിയേ. അപ്പോൾ ആദ്യത്തെ നോക്കിയേ, മോൺസ് പിബിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൺസ് പിബിസ് ഈസ് നമ്മുടെ ലോവർ അബ്ഡമനിൽ അല്ലെങ്കിൽ ഫീമെയിലിൻ്റെ ലോവർ അബ്ഡമനിൽ കാണുന്ന ഒരു ഫ്ലഷി ടിഷ്യൂ ആണ്. ഫ്ലഷി കുഷൻ ഓഫ് ടിഷ്യൂവിനെയാണ് നമ്മൾ മോൺസ് പിബിസ് എന്ന് വിളിക്കും. അത് ആ ഫ്ലഷി കുഷൻ ഓഫ് സ്കിൻ ഈസ് ആക്ച്വലി കവേർഡ് വിത്ത് സ്കിൻ ആൻഡ് പിബിക് ഹെയർസ്. അപ്പോൾ രോമാവൃതമായിട്ടുള്ള മാംസളമായിട്ടുള്ള ഒരു റീജിയനെയാണ് നമ്മൾ മോൺസ് പിബിസ് എന്ന് വിളിക്കും. ഈ മോൺസ് പിബിസ് പിക്ചറിലേക്ക് ശ്രദ്ധിച്ചേ, മോൺസ് പിബിസ് താഴേക്ക് വരുന്നതനുസരിച്ച് അല്ലെങ്കിൽ പെൽവിക് റീജിയനിൽ രണ്ട് തൈക്കും രണ്ട് തുടകൾക്കും ഇടയിലേക്ക് വരുന്ന ആ സ്ഥലം എത്തുമ്പോഴത്തേക്ക് രണ്ട് സൈഡിലേയും കൂടെ മോൺസ് പിബിസ് എക്സ്പാൻഡ് ചെയ്ത് വരുന്ന ഫോൾഡ് ഓഫ് ടിഷ്യൂവിനെയാണ് എ പെയർ ഓഫ് ഫോൾഡ് ഓഫ് ടിഷ്യൂ ഈസ് കോൾഡ് ആസ് ലേബിയ മെജോറ. എന്ത് പേരാ വിളിക്കുക? ലേബിയ മെജോറ. ആ ലേബിയ മെജോറ ഞാൻ നേരത്തെ പറഞ്ഞു വജൈനയുടെ പുറത്തേക്കുള്ള ഓപ്പണിങ്ങിനെ നമ്മൾ വജൈനൽ ഓറിഫൈസ് അല്ലെങ്കിൽ റിപ്രൊഡക്റ്റീവ് ഓപ്പണിംഗ് എന്ന് വിളിച്ചു. അപ്പോൾ ഈ വജൈനൽ ഓറിഫൈസ് അല്ലെങ്കിൽ റിപ്രൊഡക്റ്റീവ് ഓപ്പണിങ്ങിനെയും കൂടെ കവർ ചെയ്തുകൊണ്ട് മോൺസ് പിബിസിൽ നിന്ന്, ഡയഗ്രം ശ്രദ്ധിക്കണം, മോൺസ് പിബിസിൽ നിന്ന് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരുമ്പോൾ ആ ഫോൾഡ് ഓഫ് ടിഷ്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുക? ലേബിയ മെജോറ. ഇനി ഈ ലേബിയ മെജോറയ്ക്ക് ഉള്ളിലായിട്ട് അനദർ പെയർ ഓഫ് ടിഷ്യൂ ഈസ് പ്രസൻറ്റ്. ഒരു പെയർ ടിഷ്യൂ കൂടെ കാണും. അതിനെ നമ്മൾ ലേബിയ മൈനോറ എന്ന് വിളിക്കും. അപ്പോൾ ഈ മോൺസ് പിബിസിൽ നിന്ന് ലേബിയ മെജോറ തുടങ്ങുന്ന ജംഗ്ഷൻ മുതൽ താഴേക്ക് കാണുന്ന ഇന്നർ മോസ്റ്റ് ഫോൾഡ് ഓഫ് ടിഷ്യൂവിനെയാണ് നമ്മൾ ലേബിയ മൈനോറ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മോൺസ് പിബിസ് പഠിച്ചു, ലേബിയ മെജോറ പഠിച്ചു, ലേബിയ മൈനോറ പഠിച്ചു. ഡയഗ്രം ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. ഇനി നമ്മൾ പറയാനുള്ളത് ക്ലിറ്റോറിസ് ആണ്. ശ്രദ്ധിക്കൂ, ക്ലിറ്റോറിസ് ഈസ് എ ടൈനി ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ. എന്താണ്? വളരെ ചെറിയ, ഏകദേശം വിരൽ പോലെയുള്ള ഒരു സ്ട്രക്ചറാണ്. ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ ദ അപ്പർ ജംഗ്ഷൻ ഓഫ് ലേബിയ മെജോറ ആൻഡ് എബവ് ദ യുറീത്ര. നോക്കി, യുറീത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ഫീമെയിലിൽ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ശ്രദ്ധിക്കൂ. ഫീമെയിലിൽ അവരുടെ ഈ പെൽവിക് റീജിയനിൽ ഒരു സീക്വൻസിൽ ഒരു ഓർഡറിൽ 3 ഓപ്പണിങ്സ് നമുക്ക് കാണാം. അതിലെ 3 ഓപ്പണിംഗ്, ആദ്യം ഏറ്റവും മുകളിലെ ഓപ്പണിംഗ് ഇറ്റ് ഈസ് യൂറിത്രയുടെ ഓപ്പണിംഗ് ആണ്, യൂറിനറി ഓപ്പണിംഗ്. അതിന് തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് റിപ്രൊഡക്റ്റീവ് ഓപ്പണിംഗ് ആയ വജൈനയുടെ ഓപ്പണിംഗ് അല്ലെങ്കിൽ വജൈനൽ ഓറിഫൈസ്. ഏറ്റവും താഴെ ഏറ്റവും അടിയിലായിട്ടാണ് ANS ഉള്ളത്. അപ്പോൾ ഈ 3 ഓപ്പണിങ്ങും സീക്വൻഷ്യലി ഇരിക്കുന്നു. അപ്പോൾ അതിലെ ഏറ്റവും മുകളിൽ കാണുന്ന ഓപ്പണിംഗ് ആണ് ഞാൻ പറഞ്ഞു യൂറിത്ര, യൂറിൻ പാസ് ചെയ്യുന്ന യൂറിത്രയുടെ ഓപ്പണിംഗ്, യൂറിനറി ഓപ്പണിംഗ്. ആ യൂറിനറി ഓപ്പണിങ്ങിൻ്റെ തൊട്ട് മുകളിൽ
ലേബിയ മെജോറ തുടങ്ങുന്ന ആ ജംഗ്ഷന് തൊട്ട് താഴെയായിട്ട് ഒരു ടൈനി ഫിംഗർ ലൈക്ക് സ്ട്രക്ചറുണ്ട്, വിരൽ പോലെയുള്ള ഒരു സ്ട്രക്ചറുണ്ട്. അതായത് സെക്ഷലി സെൻസിറ്റീവ് ആയ ഒരു സ്ഥലമാണ്. ഈ സെക്ഷലി സെൻസിറ്റീവ് ആയ റീജിയനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കും? ക്ലിറ്റോറിസ് എന്ന് വിളിക്കും. റൈറ്റ്. ഇനി നമ്മൾ എക്സ്റ്റേണൽ ജെനൈറ്റാലിയയിൽ ഒരു സ്ട്രക്ചർ കൂടെ പറയാനുള്ളൂ, ഹൈമൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു സ്ട്രക്ചറാണ്. മനസ്സിലാക്കും. ഞാനിപ്പോൾ വജൈനയുടെ ഓപ്പണിംഗ് അല്ലെങ്കിൽ വജൈനൽ ഓറിഫൈസ് എന്ന് നിങ്ങളെ പഠിപ്പിച്ചെന്ന്, റിപ്രൊഡക്റ്റീവ് ഓപ്പണിംഗ് ഓഫ് ഫീമെയിൽ. ഈ ഫീമെയിലിൻ്റെ റിപ്രൊഡക്റ്റീവ് ഓപ്പണിങ്ങിൽ നമുക്കൊരു മെംബ്രെയിൻ കാണാൻ പറ്റും. ദിസ് ഓപ്പണിംഗ് ഈസ് ആക്ച്വലി കവേർഡ് ബൈ എ വെരി ഡെലിക്കേറ്റ് മെംബ്രെയിൻ. ദിസ് ഡെലിക്കേറ്റ് മെംബ്രെയിൻ ഈസ് കോൾഡ് ആസ് ഹൈമൻ. നമ്മൾ കന്യകാ ചർമ്മം എന്നൊക്കെ മലയാളത്തിൽ പറയും, അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഹൈമൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇവിടെ നോക്കി, ഈ ഹൈമൻ യൂഷ്വലി ഫസ്റ്റ് ഇൻ്റർകോഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ടോൺ ചെയ്യാൻ ഇത് കീറി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഇൻ്റർകോഴ്സ് നടന്നെങ്കിൽ ഇത് കീറിപ്പോകുന്നല്ല, കീറാതിരിക്കാം, ടോൺ ചെയ്ത് പോകാം, ടോൺ ചെയ്ത് പോകാതിരിക്കാം. ദാറ്റ് ഡിപ്പെൻസ്. അപ്പോൾ ഇവിടെ ഒരു വലിയ ഒരു സോഷ്യൽ ഇഷ്യൂ ഉണ്ട്. പലപ്പോഴും ഒരു സ്ത്രീയുടെ വെർജിനിറ്റിയെ കണക്കാക്കാൻ, വെർജിനിറ്റി എന്ന് വെച്ചാൽ അവളുടെ കന്യകാത്വം കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈമനെ ചിത്രീകരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി റോങ്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത് തന്നെ ഇത് ടോൺ ചെയ്യാം, ടോൺ ചെയ്യാതിരിക്കാം. അതൊരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത് മാത്രമല്ല, സ്റ്റേർണസ് എക്സസൈസിൽ ഇൻവോൾവ് ആകുന്ന ഫീമെയിൽസ്, അപ്പോൾ അവരുടെ യങ്ങർ ഏജിൽ സ്റ്റേർണസ് എക്സസൈസ്, ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക, ഹോഴ്സ് റൈഡിങ് ചെയ്യുക, സൈക്ലിംഗ് ചെയ്യുക, നന്നായിട്ട് ഓടുക, ചാടുക, സ്കിപ്പ് ചെയ്യുക, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല വെയിറ്റ് എടുക്കുക, വെയിറ്റ് എടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇതൊന്നും സ്പോർട്സ് പേഴ്സണാലിറ്റീസിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. ഡേ ടു ഡേ ലൈഫിൽ സ്റ്റേർണസ് ആയിട്ടുള്ള എന്ത് എക്സേർഷൻ, മസ്കുലാർ എക്സേർഷൻ ചെയ്യുമ്പോഴും ഈ ഹൈമൻ, ഞാൻ പറഞ്ഞു, ഡെലിക്കേറ്റ് ആയിട്ടുള്ള മെംബ്രെയിനാണ്. അത് എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? അത് ഫ്രജൈലാണ്, അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ഹൈമൻ ഇല്ല എന്ന് വിചാരിച്ച് അവർ വെർജിൻ അല്ല എന്ന് പറയാൻ കഴിയില്ല. സോ ഇറ്റ് ഈസ് നോട്ട് കൺസിഡർഡ് ആസ് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി. ഇത് ഒരു റിലയബിൾ ഇൻഡിക്കേറ്ററേ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ദീസ് ആർ ഓൾ ആക്ച്വലി ദ സ്ട്രക്ചർ ഓഫ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം സോ ഫാർ. ഇനി ഒരു കാര്യം കൂടെ പഠിച്ചാൽ നമുക്ക് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം അവസാനിപ്പിക്കാം. ഇനി നോക്കിയേ, ഇനി ഫീമെയിലിൻ്റെ ഒരു പ്രത്യേകത, എ പെയർ ഓഫ് മാമേ ഓർ മാമറി ഗ്ലാൻസ് ആർ ഓൾസോ പ്രസൻറ്റ്. അവർ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എ പെയർ ഓഫ് മാമേ അല്ലെങ്കിൽ മാമറി ഗ്ലാൻസ് ഉണ്ട്. ബ്രസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ പുരുഷനെ അപേക്ഷിച്ച് ലാക്ടേറ്റിംഗ് ഫംഗ്ഷൻ ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടി വളർത്തുന്നവരാണ് സ്ത്രീകൾ എന്നുള്ളത് കൊണ്ട് അവരുടെ മാമേ പുരുഷനേക്കാൾ ഡെവലപ്ഡ് ആണ്. അപ്പോൾ ആ മാമയുടെ സ്ട്രക്ചറും കൂടെ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. നോക്കി, മാമയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാമേ കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് മാമേ ആർ പ്രസൻറ്റ് ഇൻ ഫീമെയിൽസ്. ഈ മാമയിൽ പ്രധാനമായും നമുക്ക് കാണാൻ പറ്റുന്ന ഗ്ലാൻഡുലാർ സെൽസ് ഉണ്ട്. Along with the glandular cells we can see fat. അപ്പോൾ രണ്ട് സ്ട്രക്ചേഴ്സ് ചേർന്നാണ് മാമ ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് ഗ്ലാൻഡുലാർ സെൽസും, രണ്ട് ഫാറ്റും. നോക്കി, അപ്പോൾ ഓരോ മാമയ്ക്കകത്തും ഞാൻ പറഞ്ഞു നിങ്ങളോട് ഗ്ലാൻഡുലാർ സെൽസും ഉണ്ട്, ഗ്ലാൻഡുലാർ സെൽസിനോടൊപ്പം തന്നെ ഫാറ്റും ഉണ്ട്. ഈ ഗ്ലാൻഡുലാർ സെൽസ് നോക്കിയേ, അത് ഒരു 15 മുതൽ 20 വരെ ലോബുകളാക്കിയിട്ടാണ് ഓരോ മാമയിലും കാണുന്നത്. 15 to 20 ലോബ്സ് ആർ പ്രസൻറ്റ്. ഈ ഓരോ ലോബിനകത്തും വി ക്യാൻ സി ക്ലസ്റ്റർ ഓഫ് ഗ്ലാൻഡുലാർ സെൽസ്. ക്ലസ്റ്റർ മീൻസ് കൂട്ടം. അപ്പോൾ ഓരോ ലോബിനകത്തും ക്ലസ്റ്റർ ഓഫ് ഗ്ലാൻഡുലാർ സെൽസ് ഉണ്ട്. ദീസ് ക്ലസ്റ്റർ ഓഫ് ഗ്ലാൻഡുലാർ സെൽസ് ആർ കോൾഡ് ആസ് ആൽവിയോളൈ. ഈ ക്ലസ്റ്റർ ഓഫ് ഗ്ലാൻഡുലാർ സെൽസിനെ നമ്മൾ ആൽവിയോളൈ എന്ന് വിളിക്കും. ആക്ച്വലി മിൽക്ക് ഈസ് സെക്രീറ്റിംഗ് ഫ്രം ദിസ് ആൽവിയോളൈ. ഈ ആൽവിയോളയിൽ നിന്നാണ് മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി ലാക്ടേറ്റിംഗ് ഫീമെയിൽസിനെ സംബന്ധിച്ച്, എല്ലാ ഫീമെയിൽസിനും അല്ല, ലാക്ടേറ്റിംഗ് ഫീമെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ഈ സെക്രീറ്റ് ചെയ്യുന്ന മിൽക്ക് ഈ ആൽവിയോളൈ എന്ന് പറയുന്ന ക്ലസ്റ്റർ ഓഫ് സെൽസ് ഉണ്ടല്ലോ, ആ സെൽസിനകത്തുള്ള ല്യൂമൻ അല്ലെങ്കിൽ ക്യാവിറ്റി, ആ സെല്ലിനകത്തുള്ള സെല്ലുകൾക്കിടയിലുള്ള ക്യാവിറ്റിയിൽ തന്നെ ഇത് സ്റ്റോർ ചെയ്യും. അപ്പോൾ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന മിൽക്ക് ഈ ആൽവിയോളയുടെ ക്യാവിറ്റിയിൽ അല്ലെങ്കിൽ ലൂമനിൽ സ്റ്റോർ ചെയ്യുന്നു. ഓരോ ആൽവിയോളയിൽ നിന്നും പുറത്തേക്ക് ഒരു ഡക്റ്റ് വരുന്നുണ്ട്. ഈ ഡക്റ്റിനെ നമ്മൾ മാമറി ട്യൂബ്യൂൾസ് എന്ന് വിളിക്കും. എന്ത് പേരാ വിളിക്കുക? മാമറി ട്യൂബ്യൂൾസ്. ഈ മാമറി ട്യൂബ്യൂൾസ് ഓരോ ക്ലസ്റ്ററിൽ നിന്നും അല്ലെങ്കിൽ ഓരോ ലോബിയിൽ നിന്നുള്ള മാമറി ട്യൂബ്യൂൾസ് വന്ന് വീണ്ടും യുണൈറ്റ് ചെയ്തിട്ട്, ഡയഗ്രം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, പിക്ചറിലൂടെ നോക്കിയാൽ മാമറി ട്യൂബ്യൂൾസ് ജോയിൻ ടുഗദർ ടു ഫോം മാമറി ഡക്റ്റ്. അപ്പോൾ ഓരോ ലോബിൽ നിന്നും വരുന്ന മാമറി ട്യൂബ്യൂൾസ് യുണൈറ്റ് ചെയ്തിട്ട് മാമറി ഡക്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ പല ലോബുകളുണ്ടെന്ന് പറഞ്ഞു. ഈ ലോബുകളിൽ നിന്നെല്ലാം കൂടെ വരുന്ന മാമറി ഡക്റ്റുകൾ കൂടി ചേർന്ന് കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ളൊരു ട്യൂബ്, ഡയഗ്രാം ശ്രദ്ധിച്ച്, ഒരു വൈഡർ ആയിട്ടുള്ള ട്യൂബ് ഫോം ചെയ്യും. ദിസ് വൈഡർ ട്യൂബ് ഈസ് കോൾഡ് ആസ് മാമറി ആംബുല. ഈ വൈഡർ ട്യൂബിനെ നമ്മൾ മാമറി ആംബുല എന്ന് വിളിക്കും. എല്ലാ ലോബിൽ നിന്നും കൂടെ വരുന്ന മാമറി ആംബുലകൾ, പല മാമറി ആംബുലകളെല്ലാം കൂടെ, ഡയഗ്രാം ശ്രദ്ധിക്കണം, മാമറി ആംബുലകളെല്ലാം കൂടെ യുണൈറ്റ് ചെയ്തിട്ട് ഇറ്റ് ബിക്കംസ് എ ഫൈനൽ ഡക്റ്റ് കോൾഡ് ആസ് ലാക്ടിഫറസ് ഡക്റ്റ്. This lactiferous duct opens outside at the tip of the nipples. നിപ്പിൾസിൻ്റെ ടിപ്പിലൂടെ
ലാക്റ്റിഫറസ് ഡക്റ്റ് പുറത്തേക്ക് തുറക്കും. അപ്പം ഞാൻ പറഞ്ഞു ആൽവിയോളെ ക്ലസ്റ്റർ ഓഫ് സെൽസ് ആണ്. അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കിനെ നമ്മൾ ആദ്യം മാമറി ട്യൂബ്യൂൾസിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്നു. മാമറി ട്യൂബ്യൂൾസുകൾ യുണൈറ്റ് ചെയ്തിട്ട് മാമറി ഡക്റ്റ് ഉണ്ടായി. അനേകം മാമറി ഡക്റ്റുകൾ വീണ്ടും യുണൈറ്റ് ചെയ്തിട്ട് മാമറി ആംബുള്ള ഉണ്ടായി. മാമറി ആംബുള്ളകൾ യുണൈറ്റ് ചെയ്തിട്ട് ഫൈനൽ ലാർജ് ഡക്റ്റായ ലാക്റ്റിഫറസ് ഡക്റ്റ് ഫോം ചെയ്തു. ലാക്റ്റിഫറസ് ഡക്റ്റ് നിപ്പിളിൻ്റെ ടിപ്പിലുള്ള ഓപ്പണിങ്സ് വഴി പുറത്തേക്ക് തുറക്കും. അങ്ങനെയാണ് മിൽക്ക് പുറത്തേക്ക് വരുന്നത്. റൈറ്റ്. അപ്പോൾ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട എല്ലാ സ്ട്രക്ചേഴ്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, പിക്ചേഴ്സ് കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന്, ഈ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് ആനുവൽ എക്സാമിനേഷന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ പരിചയപ്പെടുത്താം. അത് സ്ക്രീനിലോട്ട് നോക്കിയേ. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ അവിടെ എഴുതിയിരിക്കുന്നത്, ദ ഗിവൺ ടേംസ് ആർ ദ പാർട്സ് ഓഫ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, അറേഞ്ച് ദം ഇൻ 2 columns ആൻഡ് റൈറ്റ് ഇൻ അപ്രോപ്രിയേറ്റ് ടൈറ്റിൽസ്. അപ്പോൾ കുറേ വാക്കുകൾ താഴേക്ക് നോക്കിയ, സ്ക്രീനിലേക്ക് നോക്കിയ കുറേ വാക്കുകൾ താഴേക്ക് എഴുതിയിട്ടുണ്ട്. ആ എഴുതിയിരിക്കുന്ന വാക്കുകളെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ്. ആ വാക്കുകളെ 2 കോളത്തിലായിട്ട് അറേഞ്ച് ചെയ്യണം. 2 കോളത്തിലായിട്ട് അറേഞ്ച് ചെയ്തിട്ട് അതിന് ആവശ്യമായ ടൈറ്റിലും കൊടുക്കണം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടേംസ് ആണ് താഴെ തന്നിരിക്കുന്നത് നോക്കൂ. പെട്ടെന്ന് ശ്രദ്ധിച്ചേ. നോക്കി, എൻഡോമെട്രിയം, ഇസ്തുമസ്, ആംബുള്ള, പെരിമെട്രിയം, ഇൻഫൻറ്റിബുലം എന്നൊക്കെയുള്ള സ്ട്രക്ചേഴ്സാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മൾ പഠിച്ചതാണ്. നമുക്ക് കാര്യം മനസ്സിലായി. ഒന്ന്, കുറച്ച് വാക്കുകൾ, ഏതാണ്ട് 3 വാക്കുകൾ യൂട്രസിൻ്റെ ഭിത്തിയിലുള്ള ലെയറുകളാണ്. മറ്റേ വാക്കുകൾ ഫെലോപ്പിയൻ ട്യൂബ്യൂൾസ് അല്ലെങ്കിൽ ഓവിഡക്റ്റിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 കോളം വരയ്ക്കണം. ഒന്നാമത്തെ കോളത്തിൽ ദ ലെയേഴ്സ് ഇൻ ദ വാൾ ഓഫ് യൂട്രസ് എന്ന് എഴുതുക. അല്ലെ യൂട്രസ് എന്ന് മാത്രം എഴുതിയാലും മതി. രണ്ടാമത്തേനകത്ത് ഫെലോപ്പിയൻ ട്യൂബ്യൂൾസ് എന്ന് എഴുതുക. ആദ്യത്തെ കോളത്തിൽ യൂട്രസിൻ്റെ ലെയേഴ്സായ ഏതൊക്കെ? പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം എഴുതുക. ദെൻ മൂന്നാമത്തെ കോളത്തിൽ രണ്ടാമത്തെ കോളത്തിൽ എന്താ ചെയ്യേണ്ടത്? അവിടെ ഫെലോപ്പിയൻ ട്യൂബ്യൂൾസിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഫെലോപ്പിയൻ ട്യൂബ്യൂൾസിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇൻഫൻറ്റിബുലം, ആംബുല്ലെ, ഇസ്തുമസ്. സിമ്പിൾ. സ്കോർ 3 മാർക്കിലാണ്. ഒരു അസൈൻമെൻറ്റോട് തന്നെ നിർത്തുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ആനുവൽ എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ നീറ്റ് പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഈ ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, താങ്ക്സ് എ ലോട്ട്.